ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഒരു രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഒരു ബഡ്ജറ്റിലൊക്കെ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഗ്രോത്തുള്ളൊരു മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോത്തുള്ളൊരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. മറ്റൊന്നല്ലത് നമുക്കറിയാം ഫർണിച്ചർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫർണിച്ചർ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2-3 ടൈപ്സിലുണ്ട് അത്. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു ഷോറൂം ലെവലിൽ അല്ലെങ്കിൽ ഒരു ഫർണിച്ചറിൻ്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ബിസിനസ്സിലേക്ക് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഫർണിച്ചർ ബിസിനസ് തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് 2-3 തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് ഉള്ള ബിസിനസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടി മരം കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ലേബേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്ലാന്റൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിനുള്ളിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഏരിയയാണ്, ഒരു മേഖലയാണ്. അത് കുറച്ചും കൂടി ഫണ്ട് കൂടുതൽ വേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾക്ക് ഹോൾസെയിലായിട്ട് സാധനം വാങ്ങുക, നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് സ്റ്റോക്കൊന്നും ചെയ്യാതെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഓർഡർ കിട്ടിയതിന് ശേഷം നമുക്ക് അവർ മോഡലും ബ്രൗഷറും അല്ലെങ്കിൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളൊരു ഓർഡർ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മളതിൻ്റെ ഡിസൈൻ കിട്ടിയതിന് ശേഷം നമ്മൾ പണിയിപ്പിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള 2-3 തരത്തിലാണ് ഈ ഒരു ബിസിനസ് നമുക്ക് ശരിക്കും ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ലക്ഷക്കണക്കിന് വീടുകളും ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റുകളും ഓഫീസുകളും ബിൽഡിങ്ങുകളും ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ ഫർണിച്ചർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും. അപ്പോൾ ഇനിയും അതിൽ നല്ല സ്കോപ്പുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ മാർക്കറ്റ് ഗ്രോത്തുള്ള ബിസിനസ് കൂടിയാണ്. അപ്പോൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഒക്കെ ഇറക്കി നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഫർണിച്ചർ ഷോപ്പ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അപ്പം നമുക്കൊരു റീറ്റെയിലറായിട്ട് മനസ്സിലായ റീറ്റെയിൽ ഷോപ്പായിട്ട് നമുക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5 ലക്ഷം രൂപ മുതലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 ലക്ഷം രൂപ വരെ ഉള്ള ഒരു ക്യാപിറ്റൽ ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ഥാപനം സെറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. ഓക്കെ, പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് ഒരു ഫർണിച്ചർ ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്പ്ലേ ഒന്നും ആദ്യത്തിൽ കാണിക്കേണ്ടതില്ല. നമുക്ക് എല്ലാ ഐറ്റംസിൻ്റെയും 1-2 പീസുകൾ ഒരു ഡിസ്പ്ലേ ലെവലിൽ നമുക്ക് കാണിക്കാൻ, കസ്റ്റമേഴ്സിന് കാണിക്കാൻ ഇടാൻ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ സ്പേസാണ് നമുക്ക് ആവശ്യം. ഒരു 500 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 500 മുതൽ 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5-10 ലക്ഷം രൂപ കയ്യിൽ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് നമ്മളെ പോക്കറ്റിൽ വെച്ച് എടുക്കണമെന്നില്ല. ഇതുപോലെയുള്ള യൂണിറ്റുകൾക്ക് നല്ല രീതിയിൽ മുദ്രാ ലോണൊക്കെ നമുക്ക് പാസ്സായി കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതുപോലത്തെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് മുദ്രാ ലോണൊക്കെ നല്ല രീതിയിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അവർ പാസ്സാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിൽ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന, അതേപോലെ തന്നെ ഹോൾസെയിലേഴ്സിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ഈ റോഡൊക്കെ ഇതിൻ്റെ ഹോൾസെയിലേഴ്സ് വലിയ ബിഗ് ഹോൾസെയിൽ ഡീലേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബിഗ് ഡീലേഴ്സിനെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിനാവശ്യമായിട്ട് വരുന്ന കുറച്ച് ലൈസൻസും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്യമം എടുക്കുക, അതേപോലെ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കുക, ട്രേഡ് ലൈസൻസ് എടുക്കുക. ട്രേഡ് ലൈസൻസ് നമ്മൾ പഞ്ചായത്ത് ലൈസൻസോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈസൻസോ അതെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആദ്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സോഫ സെറ്റ് 1-2 എണ്ണം, ഡൈനിങ് ടേബിള്, 2-3 കട്ടിൽ,
അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ചെയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ. പിന്നെ അതുപോലെ TV യൂണിറ്റ്, അതുപോലെ ഡൈനിങ് ടേബിൾ സംഭവം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യണം. അതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം നമുക്ക് ഓർഡർ കൊടുത്ത് നമുക്ക് വാങ്ങിച്ചാൽ മതി. മനസ്സിലായില്ലേ? നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ അല്ല, നമുക്ക് എന്തൊക്കെ സർവീസ് കൊടുക്കാൻ പറ്റും അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ അടിപൊളിയായിട്ട് സ്റ്റേബിളായിട്ടുള്ളൊരു ബിസിനസ് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ബിസിനസ്സാണ് ഈ ഫർണിച്ചർ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും മിനിമം വേർഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ഒരു ഷോപ്പ് ലെവലിൽ, ഓക്കെ, റീറ്റെയിലറായിട്ട്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിച്ച് നോക്കി ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാണാം. ടേക്ക് കെയർ, ബൈ.